അസ്സലാമു അലൈക്കും. താമരശ്ശേരിയിൽ മരണപ്പെട്ടു പോയ ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകൻ്റെ വിയോഗം അങ്ങനെ പെട്ടെന്നൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമേൽ വേദനിപ്പിക്കുന്ന, അത്രമേൽ പ്രയാസപ്പെടുത്തുന്ന ഒരു വിയോഗമായിരുന്നു അത്. അവൻ്റെ ഉമ്മയും ഉപ്പയും 3 കുഞ്ഞനുജന്മാരെയും അവൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അവൻ വിടവാങ്ങിയത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 ക്രിമിനലുകൾ വളരെയധികം അതിക്രൂരമായിട്ടായിരുന്നു ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്. അതിലൊരു കൊലയാളി ഷഹബാസിൻ്റെ കൂടെ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വളർന്ന അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു വശത്ത് ഈ 5 ക്രിമിനലുകളും ഷഹബാസിനെ കൊലപ്പെടുത്തുമ്പോൾ ആ ഷഹബാസിനെ ഓർത്ത് കരയുന്ന, ആ ഷഹബാസിന് വേണ്ടി പാട്ടുപാടിയ, ഷഹബാസിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയും നാം ആരും കാണാതെ പോകരുത്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ ചിത്രം നിങ്ങളെല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. ഷഹബാസിൻ്റെ മയ്യത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് ഷഹബാസെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ച ആ മകൻ്റെ ചിത്രവും അന്ന് എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് നീതി കിട്ടാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ തെരുവിലേക്കിറങ്ങി. അവൻ്റെ വിയോഗത്തിൽ സങ്കടത്തോടുകൂടി ഗാനമിറക്കി. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു മരണത്തിൻ്റെ വേദനയിൽ നിന്നും ഇപ്പോഴും ഈ ചെറുപ്പക്കാരൻ മുക്തനായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ചെറുപ്പക്കാരനെ ഒരു സഹോദരൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഷഹബാസിൻ്റെ മാറിയുമ്പോൾ ഇഞ്ചമ്മ പോലെയാണ്. ഓക്കെ. ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാൽ അന്ന് പോയ ദിവസം പോയപ്പോൾ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. അതായത് ഷഹബാസിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ഉമ്മയാണ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ എത്രത്തോളം ഷഹബാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നുവെന്നും ഷഹബാസിൻ്റെ ഉമ്മയും ഉപ്പയും അതോടൊപ്പം ഷഹബാസും എത്രത്തോളം തിരിച്ചും ഈ ചെറുപ്പക്കാരനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഈ കുട്ടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ച് പാടിയ പാട്ട് നമുക്കാവുന്ന കേൾക്കാം. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച. ഇതാണ് ആ ചെറുപ്പക്കാരൻ പാടിയ പാട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പാട്ട് പാടിയതെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേൾക്കണ്ടേ? കേൾക്കാം. ഷഹബാസിനോടൊരു പാട്ട് പാടി അവൻ്റെ കുടുംബാംഗങ്ങൾ വരെ ആ പാട്ട് കേട്ട് ഒരുപാട് തകർന്നു പോയി. അത്രയും നല്ല പാട്ടായിരുന്നാലും നല്ല വരികൾ അത്രയും ആഴത്തിൽ ഇറങ്ങി ചെന്നു എല്ലാവരുടെ മനസ്സിലേക്കും. അപ്പോൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇപ്പോൾ പാടാനുള്ള കാരണം? ഇത് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ എവിടെ പോവാണെങ്കിലും ബൈക്ക് വരെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കും, ഓക്കെ, പാട്ടുപാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പാട്ടുപാടി കേൾക്കുള്ള രീതിയിൽ അങ്ങനെ പാടി. അതായത് ഷഹബാസ് എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരനോട് പാട്ടുപാടാൻ പറയുമത്രേ. അത്തരത്തിൽ താൻ പാടുമ്പോൾ ആ പാട്ട്, അതും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഷഹബാസിനെ കുറിച്ച് പാടുമ്പോൾ അതവൻ കേൾക്കും. അതിനാലാണ് താൻ ഈ ഒരു പാട്ട് പാടുന്നത് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയം, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ എത്രത്തോളം അകമഴിഞ്ഞ് നെഞ്ചിലേറ്റി സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഓക്കെ. ഈ ഷഹബാസ് എന്ന് പറഞ്ഞ വ്യക്തി പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂ അല്ലേ? ഓക്കെ. ഞാൻ ഒരുപാട് ഫോട്ടോസ് കണ്ടു നിങ്ങൾ തമ്മിൽ. നിങ്ങൾ അത്രയും ആഴത്തിലുള്ള തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, എപ്പോഴും എവിടെ പോവാണെങ്കിലും എന്നെ വിളിക്കൂ. അന്ന് മാത്രമാണ് വിളിക്കാറ്. അന്ന് വിളിച്ചില്ല അല്ലേ? അതായത് എപ്പോഴും കൂടെ നടക്കുന്ന, എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാണ് ഷഹബാസും ഈ ചെറുപ്പക്കാരനും. ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുമിച്ച് ബൈക്കിൽ വാഹനം ഓടിച്ചു പോകുന്ന, ഒരുമിച്ച് പരസ്പരം ചേർന്നിരിക്കുന്ന മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ. എന്നും എപ്പോഴും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷഹബാസ് അന്ന് ആ ഒരു പ്രശ്നം നടക്കുന്ന ദിവസത്തിൽ തന്നെ അറിയിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ വിഷമം, അതിൻ്റെ പ്രയാസം ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇനി ബാക്കി കേൾക്കാം. ഈ ഷഹബാസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്കറിയാം അവൻ്റെ ചിരിക്കുന്ന മുഖം എല്ലാവരും ഇങ്ങനെ കണ്ടാവും, അങ്ങനെയൊക്കെ ഓർമ്മയിൽ ആ ചിരിക്കുന്ന മുഖം. അതല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു ഷഹബാസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അവൻ്റെ ലൈഫിൽ അവനും സങ്കടപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ത് സങ്കടം ഉണ്ടായാലും അവർ പുറത്ത് കാണിക്കാതെ വ്യക്തിയാണ്. കാണിക്കൂല. ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ കാണിക്കൂല. ഓക്കെ. ഒന്നും അങ്ങനെ കാണിക്കില്ല. ഓക്കെ. ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഷഹബാസിൻ്റെ ഏതു ചിത്രം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വളരെയധികം മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഷഹബാസിനെ മാത്രമേ കാണാൻ സാധിക്കൂ.
വളരെയധികം നിഷ്കളങ്കനായിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി. പക്ഷെ അവൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും അറിയിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ അത്തരം സങ്കടങ്ങളും പ്രയാസങ്ങളും ഒന്നും പറയുന്ന ആളല്ല എന്നായിരുന്നു. ചിലരൊക്കെ അങ്ങനെയാണ്. എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടായാലും എന്ത് വിഷമമുണ്ടായാലും ആരോടും ഒന്നും അറിയിക്കാതെ മനസ്സിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് പുറമെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർ. അവരുടെ വീടുകളിലെ പ്രയാസങ്ങൾ, അവരുടെ വീടുകളിലെ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ ആരെയും അറിയിക്കില്ല. തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത്തരം ആളുകൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പാവം നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് ഷഹബാസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ കുട്ടി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. അപ്പോൾ നമ്മൾ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പോൾ നിങ്ങളത് കണ്ടത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി, പഠിക്കാനൊന്നും കഴിയുന്നില്ല, അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്താ തോന്നുന്നത്? എന്തോ ഉണ്ടായിരുന്നതിൽ ഈ എക്സാമും നോമ്പ് കാലവും പെരുന്നാളെല്ലാം ഉഷാറായിരുന്നു. പോലാത്തൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ്. ഓക്കെ, ഷഹബാസ് ഇല്ലാത്തൊരു അല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണത്തിൽ ഇപ്പോഴും ഈ ചെറുപ്പക്കാരൻ മുക്തനായിട്ടില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുഖം കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. പഠിത്തത്തിൽ പോലും വളരെയധികം പിറകോട്ട് പോയി എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ഒരുപക്ഷെ ആരായിരുന്നാലും, ഈ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. കാരണം തന്നോടൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സന്തത സഹചാരിയായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണത് സഹിക്കാൻ കഴിയുക? എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ കഴിയുക? വളരെയധികം പ്രയാസമാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ആരായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടേണ്ടവരാണ്. നാളെ നാം എല്ലാവരും ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരേണ്ടവരാണ്. ഷഹബാസിന്റെ ദിവസം അത് പടച്ചവൻ നേരത്തെ കുറിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് പറയുവാനുള്ളത്, നിന്റെ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും 2 സഹോദരിമാരുമുണ്ട്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നീയാണ്. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ പഠിച്ചു വളർന്നു വലുതായി നല്ല ജോലിയൊക്കെ കരസ്ഥമാക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമകൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.